ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ആരാധനയിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് കടന്നുവന്ന് ദൈവദാസനോടും കുടുംബത്തോടും ഉള്ള ദൈവമക്കളോടും ശ്രേഷ്ഠദൈവാസനോടും കൂടെ ദൈവത്തെ ആരാധിക്കാൻ ഇങ്ങനൊരു അവസരം ദൈവത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് പാസ് കെ ജോയി എന്നാണ്. ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. എനിക്ക് 3 മക്കളെ ദൈവം ദാനമായി തന്നു. ഞങ്ങൾ 9 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നുവരുവാൻ ദൈവം ഭാഗ്യം നൽകി. ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ആരംഭകാലങ്ങളിൽ ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ പ്രിയപ്പെടുത്ത ദൈവദാസിയുടെ ജോയിസിയുടെ സഭയുടെ പാസ്സായിട്ടിരിക്കാനായിട്ട് ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. ചുരുക്കം പേര് ഉള്ള കുടുംബമായിട്ട് അവിടെ ആരാധന ആരംഭിച്ചെങ്കിലും അവിടെ ആ പ്രവർത്തനങ്ങൾക്ക് വളം കൂട്ട് പകർന്നെന്ന് പറഞ്ഞാൽ പ്രതിവാസിയുടെ ആ ഭവനമായിരുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ആശ്വാസമായി തീർന്നതും അതിന് വളർച്ചയ്ക്കും ഇതിവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയ അമ്മച്ചി ജോയിസിയുടെ അമ്മച്ചി ആത്മീയ ദർശനമുള്ള ദൈവദാസന്മാരെ സ്നേഹിക്കുന്ന, ദൈവങ്ങളെ സ്നേഹിക്കുന്ന ഒരു അമ്മച്ചിയാണ്. ഇവർ 3 മക്കളടങ്ങുന്ന കുടുംബമാണ്. അപ്പച്ചനും ഒരു ആങ്ങള പ്രിയ പോളസൻ കർത്താൻ ദാസന്മാരോട് കൂടെ നിന്ന പ്രവർത്തനങ്ങൾക്ക് വളരെ ആശ്വാസമായി നിൽക്കുന്ന ഒരു കുടുംബം. അതുപോലെ പ്രത്യേകിച്ച് മാസങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അന്ന് അവിടെ സഭാകളൊന്നുമില്ല. ഇവരുടെ പറമ്പിലൊരു അല്പസ്ഥലം തന്ന അതിൽ ഹോളിൽ പണിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഷെഡ് കിട്ടിയാണ് അവിടെ ആരംഭിച്ചത്. എന്നാൽ മാസങ്ങൾ നടക്കുന്ന സമയത്ത് അവരുടെ വീടാണ് അത് ഹോളായിട്ട് ഉപയോഗിക്കുന്നത്. വരുന്ന ആൾക്കാർക്കൊക്കെ തുടർ മനസ്സോടുകൂടെ പ്രവർത്തിപ്പാനും അവരുടെയൊക്കെ വളരെ ആത്മാർത്ഥമായി ആത്മീയ കാര്യങ്ങൾക്ക് സഹായമായതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ വന്നിരുന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ദൈവം തന്നെ മാനിക്കുന്നവരെ മാനിക്കുമെന്നുള്ള ആ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ തൊക്കണം. ഇടയിൽ അതുപോലെ തന്നെ ദിവസപ്രിയ മാധ്യമത്തിനെ കുറിച്ച് പറയുമ്പോൾ പാലക്കാട് അവസരഭൂമിയിൽ ദീർഘവർഷങ്ങൾ അവിടെ താൻ പ്രവർത്തനം ആരംഭിച്ച് താൻ പറഞ്ഞല്ലോ, കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ പരിശ്രമം നടത്തി മുമ്പോട്ട് പോകുന്ന അനുഭവങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ദിവസം ഒരുക്കി. എന്നാൽ ദിവാസൻ വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും പാലക്കാട് ജില്ല എന്ന് പറയുന്നത് 91 പഞ്ചായത്തുകളും 4 മുനിസിപ്പാലിറ്റിയുള്ള ആണ് പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും അമ്പലങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ് പാലക്കാട് ജില്ല. ഹൈന്ദവർ തിങ്ങിപ്പാർക്കുന്ന ഏറ്റവും കൂടുതൽ പാർക്കുന്ന ഇടമാണ് പാലക്കാട് ജില്ല. എന്നാൽ കൃപയാൽ കഴിഞ്ഞ 5-8 മാസമായി ഞങ്ങൾ പാലക്കാട് ജില്ല എല്ലാ പഞ്ചായത്തുകളും സുശേഷിപ്പാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് അങ്ങനെ 5-8 മാസം കൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്തുകൾ ഒഴിഞ്ഞ് ഒരു 2 ബ്ലോക്ക് പഞ്ചായത്താണുള്ളത്. തൃത്താലയും അതുപോലെ തന്നെ നമ്മാറി. ബാക്കി പഞ്ചായത്തിൽ പോയി സുവിശേഷിപ്പാൻ പരിശ്രമം നടത്താൻ സാവകാശം പ്രവർത്തനം നന്നായി മുമ്പോട്ട് പോകുന്നു. ഇപ്പോൾ IPC പാലക്കാട് സൗത്ത് സെന്ററിന്റെ ചുമതല മുമ്പോട്ട് പോകുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലിയിൽ ഞങ്ങൾ 19 കുടുംബമാണെങ്കിൽ അതിൽ 10-23 പേരോളം ഞങ്ങൾ കർത്താവിൻ്റെ വേലിയിൽ ഭാഗ്യമായിട്ടും പൂർണ്ണമായിട്ടും സുവിശേഷ വേലിയിലായിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. സഹോദരനുടെ ഡാൻസിനുണ്ട്, അതുപോലെ മോൻ കൂടെ കടന്നു വന്നിട്ടുണ്ട്. എന്തോസ് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി സുവിശേഷ വേദിക്ക് വേണ്ടി വളരെ പ്രവർത്തിക്കുകയും മുമ്പോട്ട് പോകുന്ന ആളാണ് മോനും. ഇന്ന് ഇവിടെ ഞാൻ 2 പ്രാവശ്യം കടന്നു വന്നു. 2 പ്രാവശ്യം ഇവിടെ കിടന്നത് 3ാമത്തെ പ്രാവശ്യം. എന്നാൽ ആ സമയത്ത് ഞങ്ങളോട് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ ഞങ്ങൾക്ക് അത് കഴിഞ്ഞില്ല. എന്നാൽ ഇപ്രാവശ്യം ഇവിടെ കടന്നു വരാനായിട്ട് ദൈവം അവസരമൊരുക്കി. ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ നന്നായി മുമ്പോട്ട് പോകുന്നു. ഒരു സ്കൂളുണ്ട് അവിടെ. അതുപോലെ ഒരു ഓർഫനേജ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ഓർഫനേജുണ്ട്. 10-13 വർഷമായി അത് നടന്നുകൊണ്ട് വരുന്നു. പ്രവർത്തനം നന്നായി മുമ്പോട്ട് പോകുന്നു. ഞങ്ങളുടെ മോള കുടുംബവും ഞങ്ങളുടെ കൂടെ തന്നെ കർത്താവിൻ്റെ വേദിയിൽ അവരായിരിക്കുന്നു. ഇളയ മോള് അവര് സുവിശേഷ വേലി അലിയിൽ തന്നെയെങ്കിലും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വളരെ ആശ്വാസമായി ഞങ്ങളെ മോൻ
അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അനേക വിശ്വാസം വരുവാനും കർത്താൻ വേറെ സമർപ്പണം ഇടയിൽ തന്നു. പക്ഷെ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തൊരു വേദനാജനകമായിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഇടയൻ മോൻ ഈ കഴിഞ്ഞ മാർച്ച് മാസം സ്കൂളിൽ പോകുന്ന സമയത്ത് പുറകിൽ നിന്ന് ഇനോവ വന്ന് ഇടിച്ച് തെറിച്ച് അവൻ പോലും അറിഞ്ഞില്ല. ആ സ്പോട്ടിൽ തന്നെ മരിച്ചു. 2 പെൺകുഞ്ഞിലാണുള്ളത്. ഇടയമോൾക്ക് ഏകദേശം 40 വയസ്സിന് താഴെ പ്രായമുള്ളൂ. മൂത്ത മോള് +2 കഴിഞ്ഞിട്ട് BSc നേഴ്സിംഗ് വഴി കോയമ്പത്തൂർ ചേർത്തിട്ടുള്ളൂ. ഇടയമോൾ 10ാം ക്ലാസ്സിൽ പഠിക്കും. അങ്ങനെ ഒരു ചെറിയ വേദനാജനകമായിരിക്കുന്ന ഒരു സംഭവം ഞങ്ങൾക്കുണ്ടായി. പക്ഷെ എന്നാലും ദൈവം വിശ്വസ്തനാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തെ രുചിച്ചറിയുവാനായിട്ട് ദൈവടയാക്കി കൊണ്ടിരിക്കുന്നു. ഇത്ര നല്ലവനായ ദൈവത്തെ സേവിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും അതോട് അനുഗ്രഹ ആരാധന, നല്ല സംഗീതത്തിനും എല്ലാം നമുക്ക് കേൾക്കുവാനും വചനം കേൾക്കാനുള്ള ഇടയിൽ തന്നു. നമുക്കറിയാം നമ്മുടെ സമയം മുമ്പോട്ട് പോയിരിക്കാൻ നമുക്കറിയാം. എന്ന് എന്നെ ചിന്തിപ്പിച്ചതായിരിക്കുന്ന ഒരു വേദവാക്യം വായിച്ച് ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എനിക്ക് നൽകിയതായിരിക്കുന്ന ആ സന്ദേശം അതിവിടെ ആർക്കൊരാൾക്ക് പ്രയോജനപ്പെടും എന്ന് എനിക്ക് ദൈവത്തിന് ആത്മാ വ്യക്തമായിട്ട് അത് തന്നതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ വാക്യത്തെ അത് ആ കുടുംബത്തിന് ദൈർഘ്യമായി തരുന്ന ഒരു സാക്ഷ്യം പറഞ്ഞപ്പോൾ പാടും. അത് 1 പത്രോസിൻ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 4 മുതൽ 7 വേദവാക്യത്തെ ആസ്പദമാക്കിയിട്ടാണ് സംസാരിക്കാൻ തക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. എന്തായാലും ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന വാക്യം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും കാണുവാനിടയാണ്. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധനയുമായ പൊന്നിനേക്കാൾ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. അപ്പോൾ വിശ്വാസത്തിന്റെ പരിശോധന എന്ന വിഷയത്തെ കുറിച്ചാണ് അല്പസമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. I would like to speak to you about the testing of your faith for a few minutes today morning. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. പത്രോസ് 2 ലേഖനമാണ് എഴുതിയിരിക്കുന്നത്. Apostle Peter had written this epistle and he'd written 2 epistles. ഏകദേശം AD 64-65 കാലഘട്ടത്തിലാണ് അപ്പോസ്തലൻ പത്രോസ് ലേഖനം എഴുതുന്നത്. And this epistle was written around AD 64-65. നീരോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലായിരുന്നു താൻ ഈ ലേഖനം എഴുതുന്നത്. He wrote this epistle during the time of Emperor Nero. വളരെ പ്രതിസന്ധികളും പ്രതികരണവും നടന്നപ്പെട്ട സാഹചര്യത്തിലായിരുന്നു അപ്പോസ്തലൻ പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. And he was writing this epistle at a time when he was enduring many hardships. അപ്പോൾ തന്നെ പത്രോസ് ലേഖനം എഴുതുമ്പോൾ തന്റെ അനുഭവത്തിൽ കൂടെ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ് അപ്പോസ്തലൻ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. And he is writing this epistle based on all the experiences that he had to go through. പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പത്രോസ് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ ത്യാഗം സഹിച്ച ഒരു മനുഷ്യനാണ്. And if we examine the life of Peter, we know that he have endured many sufferings for the cause of the gospel. അത് മാത്രമല്ല യേശുക്രിസ്തുവിനോട് കൂടെ നടക്കുകയും And he also walked with Jesus. യേശുക്രിസ്തുവിന്റെ വീര്യപ്രവൃത്തികൾ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കി. And he have also experienced the miracles that Jesus did. അത് മാത്രമല്ല താൻ നിത്യതയെ കുറിച്ച്, കർത്താവിന്റെ വരവിനെ കുറിച്ചും രൂപാന്തരത്തെ കുറിച്ചല്ല, രണ്ടാമത്തെ വരവ് രൂപാന്തരത്തെ കുറിച്ചല്ല, നിത്യതയെ കുറിച്ചല്ല വ്യക്തമായിട്ട് പത്രോസ് അനുഭവിച്ചാണ്. And he also have experienced the majesty and the glory of the resurrected Christ also. നമുക്കത് മനസ്സിലാക്കാൻ മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ And if we examine Matthew chapter 17, and if you read from verse 1 onwards, we see this. And we see that Jesus takes Peter, James and John and he takes them to the Mount of the Transfiguration. And we see that Jesus, the Lord himself, is giving the people, the 3 disciples, what he have to endure, what he have to suffer, and how he is going to be killed, and how he will be resurrected as well. And on that Mount of Transfiguration, Jesus himself is being transfigured. And we see that Moses and Elijah appears to him.
അവന് മുമ്പാകെ രൂപാന്തരപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. And before these three disciples, Jesus is transfigured. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുന്നു, കർത്താവേ നിനക്ക് സംബന്ധം മൂന്ന് കുടിലുണ്ടാക്കാം. And seeing Moses and Elijah and the transfigured Jesus, Peter is saying that if it is permissible, let me build 3 huts. ആ പത്രോസ് കേൾക്കുന്ന ഇതാ എന്റെ വായിക്കുന്ന പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. And now when he said this, we also hear the voice of the Lord that comes to Jesus, that this is my beloved son in whom I am well pleased. ഇവൻ തലപൊക്കി നോക്കിയപ്പോൾ ഏലിയാവില്ല, മോശയില്ല, യേശുവിനെ മാത്രമേ കണ്ടുള്ളൂ. And while Peter was prostrated before this transfigured Christ, the moment he hears this voice and he lifts up his head and looks around, he sees only Jesus and not Elijah or Moses there. എന്നാൽ നമുക്കുള്ള നിത്യതയെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് യാക്കോബിനും യോഹന്നാനും കർത്താവ് വ്യക്തമായിട്ട് അവിടെ കാണിച്ചു കൊടുത്തു. And now on the Mount of Transfiguration, the Lord himself is revealing to Apostle Peter what is going to be the future concerning the resurrection. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടെന്നും നമ്മൾ ഈ ലോകത്തിൽ തൽക്കാലം ജീവിക്കുന്നെന്നും നമ്മൾ 7-ാമത്തെ വാക്യത്തിന് മുകളിൽ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അല്പനേരത്തേക്കുള്ള നിങ്ങളുടേതായിരിക്കുന്ന പ്രയാസങ്ങൾ കഷ്ടങ്ങൾ എന്നാണ് പത്രോസ് പറയുന്നത്. അല്പനേരത്തേക്ക്. അപ്പോൾ ഇത് അത്ഭുതം മനസ്സിലാക്കിയതായിരിക്കുന്ന കർത്താവായ യേശു രൂപാന്തരപ്പെട്ടവർ കണ്ടതായിരിക്കുന്നവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീർന്നു. Now Apostle Peter, when he writes the epistle many years later, he says that it is only a momentary trouble and the trials that we need to endure. So he could write this because he was able to witness the majesty of the resurrected and the glorious Christ. അതുകൊണ്ടാണ് പത്രോസ് രേഖകൾ പറയുന്നുണ്ട്, ഞങ്ങൾ നിർബന്ധകരെ പ്രസ്താവിക്കുന്നവരായിട്ടല്ല. And when Apostle Peter is writing the epistle, he is saying that we are not creating any fables. And I am writing this epistle after witnessing the majesty and the glory of Christ. ഇതാ അഴിഞ്ഞു പോകുന്ന തീർച്ചയായും ചെയ്യുന്ന പൊന്നിനേക്കാൾ വിശ്വാസത്തിന്റെ ശോധന വിലയേറിയതാണ്. And now he is writing in 1 Peter chapter 1 verse 7 that the genuineness of your faith is more valuable than the gold that is passing away. And he is also mentioning what is the purpose of this particular trial. And the reason why this testing is being endured is so that it will result in the praise and the glory and the honor and the revelation of Jesus Christ. Now what it means is that in our Christian life there will be trials and tribulations. We won't be able to see any saint who has not been able to go through any kind of trial. All the blessed saints of God have already endured many a trial. When we read and examine the life of Joseph, when we see the life of Joseph, when we study the life of Apostle Paul, and they all had to go through many trials. But the Lord blessed them all. Because in the midst of all the trials, the Lord himself will come and walk alongside us. Now he doesn't let us go by ourselves in the midst of our tribulations. Now when we read here that this is the trial that is being tested by fire, when the gold is passed through this particular fire, now the goldsmith will place this particular gold piece into the fire only after examining what is the condition of the gold. He is placing this piece of gold with a responsibility that when he is placing this piece of gold in the fire, all the things that are not supposed to be there will be taken out by the fire itself.
Now after all that need to be taken out is removed, അത് ഏകദേശം അതിന്റെ രീതിയിൽ നല്ല മാറ്റുള്ള സ്വർണ്ണമായി ആയിത്തീരുമ്പോൾ, when the dross is removed and it is being made into the purity of the gold, അപ്പോൾ തന്നെ അത് വെള്ളം തെളിച്ച ആ സ്വർണ്ണം എടുക്കുന്നു. and now he will immediately pour the water on it and let it cool down and take out the gold. ആ തീ സ്വർണ്ണത്തിൽ ഒരിക്കലും സന്തോഷമല്ല. Now this particular fire, the enduring of the fire is never pleasing for the gold, പക്ഷെ ആ സ്വർണ്ണം വീണ്ടും അടിക്കുന്നു. but then this gold is being beaten upon an anvil, വീണ്ടും അതിനെ രൂപാന്തരപ്പെടുത്തുന്നു. and it is being taken through a transformative process. ഇതെല്ലാം ചെയ്തതിനു ശേഷം മനോഹരമായിരിക്കുന്ന ഒരു ഉരുപ്പടിയായി ആഭരണമായി അത് തീരുകയാണ്. Now after it is taken through this particular procedure, it becomes a beautiful ornament. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പരിശോധനകളോ പ്രയാസങ്ങളോ കടന്നു വരുന്നത് ദൈവം അറിയാനിട്ടല്ല, ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. Now all the trials that we go through and endure is not without the knowledge of the Lord. The Lord himself knows what we are enduring. അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഉരുപ്പടിയായി തീരുവാൻ, ദൈവം കൊള്ളാവുന്ന ഒരു പാനപാത്രമായി തീരുവാൻ ദൈവം പണിയുന്നതാണ്. And we are being taken through this procedure so that we will be made into something valuable and worth. അതാണ് പത്രോസ് പറയുന്നത്, അഴിഞ്ഞു പോകുന്ന അഥവാ പൊന്നിനേക്കാൾ പൊന്നിനേക്കാൾ വിശ്വാസത്തിന് പരിശോധന വിലയേറിയത് എന്ന് പറയുന്നത്. Now that is the reason why that the apostle Peter is writing that the endurance of the testing and the trials that we go through is more valuable than the procedure through which the gold is taken through. അബ്രഹാമിനെ ചെന്നപ്പോൾ കേട്ടു, അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം കനാൻ ദേശം അവർക്ക് അവകാശമായി കൊടുത്ത വാഗ്ദത്ത ദേശം. Now when Abraham was called, he was called so that he will be taken to the place, the land of Canaan. അത് മോശ മാത്രമായിട്ട് ജനത്തെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നെങ്കിലും, and Moses was the leader who was tasked to take these people to the land of Canaan. പക്ഷേ മോശയുടെ ജീവിതത്തിൽ അത് മോശ യഥാർത്ഥമായ ദൈവത്തിന്റെ സന്നിധിയിൽ നേരത്തെ കേട്ടല്ലോ, വായ് കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ അടിച്ചതും അതിന്റെ ഫലമായിട്ട് മോശയ്ക്ക് കനാൻ ദേശം കടക്കാൻ കഴിഞ്ഞില്ല. Now because Moses did not follow the instruction of the Lord very clearly, that when he was asked to speak to the rock, he beat the rock, and because of which he was not able to enter into the land of Canaan. എന്നാൽ യോശുവ കനാൻ ദേശം അവർ അവകാശമാക്കി വിഭാഗിച്ച് അവർ ഗോത്രമായിട്ട് ഭാഗിച്ചു കൊടുത്തു. Now under the leadership of Joshua, the people of the land endured the land of Canaan, and then because through the casting of the lots, the tribes were allotted their inheritances. അബ്രഹാമിന്റെ വാഗ്ദത്തം കൊടുത്തത് അവകാശമാക്കേണ്ടത് ഇസ്രായേലിന്റെ കടമയാണ്. Now even though the Lord gave the promise to Abraham, it was the responsibility of the people of the Israelites to capture the land. ഇതേപോലെ ആത്മീയ നമുക്ക് നിത്യരാജ്യം അല്ലെങ്കിൽ സ്വർഗം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആത്മീയ ദൈവരാജ്യത്തിലായിരിക്കുന്നു. നമ്മളുടെ ഈ ആത്മീയ രാജ്യത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് പോരാട്ടങ്ങളുണ്ട്. Now in the similar way, we are also being made inheritance. We are given the inheritance as the kingdom of the Lord, and when we are living in this flesh, we also have many a warfare to wage. പിശാച് നമുക്ക് അനുകൂലമല്ല. Now Satan is never in favor for us. പിശാച് നമുക്ക് എതിരായി പ്രവർത്തിക്കുന്നു. Satan is always fighting against us. അത് ഏതെല്ലാം രീതിയിൽ നമ്മെ തകർക്കാൻ പിശാച് പ്രവർത്തിക്കുന്നു. Now the Satan is trying in many a way to take us away from the faith. അതിന് ജയിച്ചത് നമുക്ക് ആവശ്യമാണ്. Now we need to be victorious in our faith. നമ്മുടെ ജഡം നമുക്ക് അനുകൂലമല്ല. The flesh is never in favor for us. ജഡത്തെ മരിപ്പിക്കണം. We need to crucify our flesh. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. Now we need to worship the Lord in the Spirit. ദൈവം മുമ്പോട്ട് പോകണം. Now we need to proceed further in the grace of the Lord. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത് 4-ാമത്തെ വാക്യത്തോട്ട് വായിക്കുമ്പോൾ നമുക്ക് പ്രാപിപ്പാൻ പോകുന്ന ആ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത ആ നിത്യതയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. Now in verse 4 we read that we are being called into an inheritance which is imperishable, undefiled and unfading. അബ്രഹാം ദൈവം വിളിച്ചപ്പോൾ പറഞ്ഞ വാഗ്ദത്ത കനാൻ ദേശം, അക്ഷീണ കനാൻ ദേശം അവർക്ക് ദൈവം കൊടുത്തു. Now when the Lord called Abraham, the Lord also promised the land of Canaan, which was also given to the people. പ്രവേശിച്ച് അവരതിൽ പാർത്തു. Now the children of Israel entered into the land and they dwelt there. അവർ കുത്താത്ത കിണറ്, പണിയാത്ത വീട്, അവരത് പാർത്തു. ഇറക്കാത്ത കൃഷി അവർ അനുഭവിച്ചു. They enjoyed the blessings of the land by means of many a well, many a house that they received in the place. എന്നാൽ ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന, നമ്മൾ വിളിച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്നത് അക്ഷരീയമായ അബ്രഹാമിനെ വിളിച്ച വിളിയല്ല. Now the calling that we have been given is not a calling that in the same manner that Abraham was called. നമ്മെ സ്വർഗീയ വിളിക്ക് ഒരു കഥയും നമ്മെ വിളിച്ചിരിക്കുന്നത്. The way in which God has called us is that we are called with a heavenly calling. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ
And when Apostle Paul is writing, he says, "Oh, dear saints of God, oh, you are the ones who are partakers of the divine calling." Now the reason why God has called us is so that we can enjoy the heavenly blessings. All that we have here on this earth will end here on this earth itself. Now the children of the Lord is being partakers of an eternity. Now we have a home in heaven where there is no more tears, no more sorrow, no more pain. Now if we need to receive that kind of a dwelling, we need to live a holy life. Now in the midst of all the trials, we should not be up or down. We should not become weak in the midst of all the tribulations. Now we need to continue to rely upon the grace of God. Now the Lord himself is with us. Now he is the one who is able to come down in the midst of the fire. He is the one who is able to come down in the midst of the pit of the lion. Now he is the one who is able to split asunder the Red Sea and take the children of Israel across. And the same Lord is also with us. And he is the one who is indwelling in us. And now the one who is able to strengthen me. He is able to strengthen me, because of which I am able to accomplish all things through Christ who strengthens me. Now Christian life is an experience. Now when two or more people gather in my name, in the midst of them I am there. Now in the midst of all of our troubles, the Lord himself is there with us. Now in the midst of all of our trials and tribulations, there might be not many people who might be able to help us through. In the midst of all of our trials, our wife who was supposed to be a help and aid to us might not be there. Our children might not be able to help us through. Now irrespective of the time, irrespective of the situation, irrespective of all the trials, there is a person who is able to help us, who will not leave us alone. There is a God who is there with us. In the midst of all these trials, these kinds of trials, it will only increase the glory. It will increase the reward. It is something that will make us inheritors of eternity. And for that eternal promise, let us prepare ourselves. In the midst of the trials, it is not to destroy us. And it is a trial that is more valuable than the procedure through which the gold is taken through. And it will only result in glory and honor. May God help us. May the children of the Lord who are traveling through many a trial, may God help us to അഥവാ ആ ഗ്യാസിന്റെ ആ തീ പിടിച്ചപ്പോൾ അത് മുഴുവൻ നിശ്ചയമായിരുന്നു. ആ സഹോദരന് ജീവകാരി വരാമായിരുന്നു, അവിടെ ജീവിതത്തിൽ അപകടം കടന്നു വരാമായിരുന്നു. എന്നാൽ ദൈവം അത് പിടിപ്പിച്ചു. Oh, that the family who had ventured through that particular fire that happened back in India. ഇതൊരു അനുഭവം നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരുപോലെ പറയാനുള്ള അനേക അനുഭവങ്ങളുണ്ട്. Now in the similar manner there are many a testimony that is resident out here. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. But the Lord himself is very faithful to us. കൈവിടാത്ത ദൈവം. He is the one who never lets us go. പരിശോധനകളിൽ മുമ്പറക്കാത്ത ദൈവം. He is the one who never covers his face when we are traveling through trials. എന്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ പറയാനുണ്ട്. In my life I am able to give many a testimony. ഇത്ര നല്ല ദൈവത്തെ. He is such a great and awesome God. Oh, I am thankful to the Lord. Let us live for him. May God bless this church. May God bless the pastor and his family. May God bless this church. May God enlarge the territory. If they're coming from let the young people, or the next generation, may God use them powerfully. I would like to pray one word for you. Heavenly Father. Oh, our Heavenly Father. Oh, we thank you for this beautiful time. We thank you for this beautiful time.
Oh, when we travel at one point of time without knowing you. എന്നാൽ ദൈവത്തെ അറിയുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി തീർത്തു. We thank you for the privilege that you made us as ഞങ്ങൾ ദൈവം children. വിളിച്ചു വേർതിരിച്ചു. You called us into this faith. ഞങ്ങൾ തെരഞ്ഞെടുത്തല്ല. Oh, we did not choose you, ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തു. but you chose us. എന്നാൽ ക്രിസ്ത്യൻ ജീവിതത്തിൽ Father God, in this Christian walk, പല പ്രതിസന്ധികൾ, there are many trials, പ്രതികൂലങ്ങൾ, there are many tribulations. When it comes our way, ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന oh, thank you for being with us. You are the one who helps us. ദൈവം ഞങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് Oh, you are there with us. ദൈവത്തെ സ്തുതിക്കുന്നു. We